ജനനായകൻ കണ്ടു ഒരു ടിപ്പിക്കൽ വിജയ് എന്റർടൈൻമെന്റ്. നിങ്ങളൊരു വിജയ് ആരാധനാണെങ്കിൽ ഇത് വിജയുടെ അണ്ണന്റെ ലാസ്റ്റ് പടമാണ്, ലാസ്റ്റ് എന്റർടൈൻമെന്റ് ആണ്. ആ രീതിയിൽ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി അതല്ല നിങ്ങളൊരു നോർമൽ ആക്ഷൻ പടം കാണാനാണ് പോകണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഇപ്പൊ റീസെന്റ്ലി വന്നിട്ടുള്ള ബ്ലാസ്റ്റ് പടം പോലെയോ അല്ലെങ്കിൽ വേറെ ഭയങ്കര ഗംഭീര ആക്ഷൻ പടം പോലെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ പോകണ്ടെന്നാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇതൊരു ടിപ്പിക്കൽ യൂഷ്വൽ വിജയ് മാസ് ആക്ഷൻ മിക്സിംഗ് ഓഫ് പൊളിറ്റിക്കൽ മാസ് അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള പടം തന്നെയാണ്. പക്ഷെ ഈ പടത്തിനെ കുറച്ച് സ്പെഷ്യൽ ആക്കണത് ഇത് അണ്ണന്റെ അവസാനത്തെ പടമാണ്. ഇനി എങ്ങാനും വരുമോ തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. മൂപ്പർക്ക് ഇപ്പൊ വലിയ ദൗത്യമാണുള്ളത്. ഒരു എൻ്റയർ കൺട്രീനെ എൻ്റയർ സ്റ്റേറ്റിനെയാണ് മൂപ്പര് കൈകാര്യം ചെയ്യേണ്ടത്. CM ആണ്, നോട്ട് ജസ്റ്റ് തളപതി, ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടാണ്. അപ്പൊ അതായിട്ട് വരുന്നൊരു പടം. അപ്പൊ അത് നമ്മള് ആളെ തിയേറ്ററിൽ ആളെ സ്ക്രീൻ പ്രസൻസ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഇപ്പൊ എനിക്ക് കിട്ടിയത്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളിലൊരു നല്ലൊരു കട്ട വിജയ് ആരാധകൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് CM ആയിട്ടുള്ള വിജയിയുടെ ഒരു ഇമ്പാക്ട് കൂടി നിങ്ങൾക്ക് കിട്ടും. ആ ഒരു തരിപ്പും കൂടി നിങ്ങൾക്ക് വരും. വിജയ് എന്ന മാസ് ആക്ഷൻ എന്റർടൈനർ എന്ന ഇതൊരു സൈഡില്, CM ഈ ഒരു സൈഡില്, അങ്ങനെ 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 പല വിധത്തിലുള്ള ഇമോഷൻസിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോവുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പടം വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ മോശവുമല്ല. അത്യാവശ്യം നീറ്റായിട്ട് എടുത്തിട്ടുള്ള നല്ല BGM, അനിരുദ്ധിന്റെ BGM ഉള്ള, ഈവൻ മമിതയുടെയും വിജയണ്ണന്റെയും കെമിസ്ട്രി, അവരുടെ ഒരു കോംബോ അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഭയങ്കര സംഭവമുള്ള അവാർഡ് വർത്തിങ് ആയിട്ടുള്ള ആക്ടിങ് ഒന്നല്ല ഞാൻ പറയണത്. പക്ഷെ സംഭവം ദേ കണക്റ്റഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പ്രതീതി. പോരായ്മകളുണ്ട്. പോരായ്മകൾ ഞാൻ പറയാനാണെങ്കിൽ ഇപ്പൊ ഇതില് VFX ഏരിയ കുറെ കാര്യങ്ങൾ അവർ VFXിലൂടെ കാണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവൻ ട്രെയിലറിലൊക്കെ ചെറിയ ഗ്ലിംസ് കാണിച്ച റോബോട്ടിക് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട് ഇതില്. അത് മാത്രമല്ല, കുറെ ഷിപ്പ്, കുറെ വിദേശ രാജ്യങ്ങളിലത്തെ രംഗങ്ങളൊക്കെ VFX കാണിച്ചപ്പോ അത്ര അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടിയില്ല, അതിൽ വീക്കായി പോയി എന്ന് കരുതി പരാജയം ഞാൻ പറയില്ല. കുഴപ്പമില്ലാണ്ട്, പ്രത്യേകിച്ച് ആ റോബോട്ടിക് രംഗങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് അവരെടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഉണ്ട് അത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് കുഴപ്പമില്ലാന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. പിന്നെ ബോബി ഡിയോളിന്റെ ക്യാരക്ടർ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല. കാരണം അതൊരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കി അതിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി, അങ്ങോട്ട് കണക്ട് ആയില്ല. എനിക്ക് അതാണ് ഈ പടത്തിലൊരു മിസ്സിംഗ് ലിങ്ക് പോലെ എനിക്ക് അനുഭവപ്പെട്ടത്. ബാക്കിയൊക്കെ ലോജിക്ക് മാറ്റി നിർത്തി അങ്ങനെ 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 കണ്ടുകഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, വിജയുടെ കരിസ്മാറ്റിക് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, പ്രത്യേകിച്ച് ആ പാട്ടില് തളപതി ബ്ലാസ്റ്റ് കച്ചേരി, ആ പാട്ട് തകർത്തുണ്ട് മൂപ്പര് ഡാൻസിൽ. ഇനി അടുത്തൊന്നും ഞാൻ ഇങ്ങനെ കളിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ അത് ഡാൻസ് സ്റ്റെപ്പായിരുന്നു. പിന്നെ ഇന്റർവെലിന്റെ സംഭവം, ചില ഇമോഷൻ സീക്വൻസ്, പിന്നെ ഈ പൊളിറ്റിക്കൽ സംഭവം തന്നെയാണ് സെക്കൻഡ് ഹാഫ്. എന്തുകൊണ്ടാണ് ബാൻ ചെയ്തതെന്ന് മനസ്സിലാവും. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആണെങ്കിൽ കൂടി ഇവർ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് നല്ല പൊളിറ്റിക്സ് ആണ്. അതിന് പറയാൻ വേണ്ടിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ സംഭവം ഉപയോഗിച്ചു. അതിൽ വലിയ പ്രത്യേകിച്ച് പുതുമൊന്നുമില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ റെലവെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെലവെന്റ് ആണ്. അത് തന്നെയാണ് മൂപ്പര് ഇപ്പൊ റിയൽ ലൈഫിലും ഇപ്പൊ തമിഴ്നാട്ടിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്, ഒരു റിയാലിറ്റി തോന്നുമല്ലോ. അങ്ങനെ പൊളിറ്റിക്കലി ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. ഈ പറഞ്ഞ വിജയ് അണ്ണന്റെയും ആക്ഷൻസ് ആണെങ്കിലും BGM ആണെങ്കിലും മമിതനായിട്ടുള്ള സീനാണെങ്കിലും, മമിത അവസാനം കുറച്ച് ഷൈൻ ചെയ്യാണ്ട്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡീസെന്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ വിജയ് മാസ് കളർഫുൾ ആക്ഷൻ എന്റർടൈൻമെന്റ്. അത് തന്നെയാണ് ജനനായകൻ. പിന്നെ ജനനായകനെ ഞാൻ വീണ്ടും പറയണ പോലെ തന്നെ ആ ഒരു സ്പെഷ്യൽ കണക്ഷൻ അവസാനത്തെ പടമാണ്. ഇനി എങ്ങാനും മൂപ്പരുടെ ഈ മാസ്, ഈ ഡാൻസ്, എനിക്കത് ആലോചിക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ. കാരണം ഇനി ഇങ്ങനത്തെ ഒരു മാസ് ആക്ടർ, ഇത്രയും സ്റ്റാർഡമുള്ള, ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഓൾറെഡി വന്നിട്ടുണ്ട്. ലീക്കായ പ്രിന്റ്, 6 മാസം കഴിഞ്ഞ് ഇറക്കണ പ്രിന്റ്, അല്ല തിയേറ്ററിൽ പറഞ്ഞ ഒരു ഇത്, എത്ര സ്ട്രഗിൾസ്. നോർമലി വേറൊരു നടന് ഇത് ഇറക്കാനേ പറ്റില്ല, അവർ OTT വിട്ടുണ്ടാവും. അത്രയും സ്റ്റാർഡുള്ള ഒരാൾ ഇപ്പൊ CM ആയി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇങ്ങനത്തെ ഒരു സിനിമകൾ അഭിനയിക്കുമോ, സാധ്യത വളരെ കുറവ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഈ പടം ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ നിങ്ങൾ ട്രൂ വിജയ് ആരാധകനാണെങ്കിൽ, അങ്ങേരെ ഇഷ്ടമാണെങ്കിൽ ഈ പടം കാണുക, എൻജോയ് ചെയ്യുക. അല്ലാത്തവർക്കും കണ്ടു നോക്കാവുന്നതാണ്. ഒരിക്കലും ഒരു മോശം പടമല്ല, ഒരിക്കലും ഒരു ഗംഭീര പടമല്ല. ഞാൻ പറഞ്ഞില്ല, ടിപ്പിക്കൽ വിജയ് മാസ് എന്റർടൈൻമെന്റ്. അതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോവുക, എൻജോയ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.